Hey guys, I just woke up. So I thought ഞാൻ ഇന്നൊരു ഡാൻ മൈ ലൈഫ് പോലത്തെ സാധനം അല്ലെങ്കിൽ മറ്റേ വ്ളോഗില്ലേ അങ്ങനത്തെ സാധനം ചെയ്യാൻ വേണ്ടി എന്നോട് കുറേ ആൾ പറഞ്ഞു. എനക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും അറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കുന്നു. സോ ഫസ്റ്റ് എന്തെന്ന് ഓർഗാനിക് നല്ല കാണിക്കണ്ട്. ഞാനെൻ്റെ ഹെൽത്ത് ഇഷ്യൂസും കൂടെ കൊണ്ടാണ് നാട്ടിലേക്ക് പെട്ടെന്ന് വന്നത്. സോ ഞാനിപ്പോൾ ഇന്ന് ആശുപത്രി പോകാൻ വേണ്ടി നിൽക്കുന്നു. മറ്റേ ഇവിടെ നമുക്ക് ഏറ്റവും നിയർ ഉള്ള ഹോസ്പിറ്റൽ പറയുന്നത് ചെമ്മട്ടം വെല്ലൂർ ജില്ലാ ആശുപത്രിയാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അപ്പോൾ ആടത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പം 7:45 ബസ്സുണ്ട്, അതിന് കയറി പോകണം. എന്നാൽ ശരി, ഞാൻ പോയി പല്ലെല്ലാം തേച്ച് റെഡി ആവും കേട്ടോ. എൻ്റെ ഓടി ചിലപ്പോൾ കൂടുതൽ കേൾക്കില്ല, കാരണം മൈക്കില്ല, പിന്നെ ഒച്ചയില്ല. അങ്ങനെ പല്ലും തേച്ച് ചായയും കുടിച്ച് മറ്റൊരു ടീഷർട്ടും മാറ്റിയിട്ടാകുമ്പോഴത്തേക്ക് ആശുപത്രി പോകാൻ ഞാൻ റെഡിയായി. അമ്മ റെഡി ആയിട്ട് വരുന്നുണ്ട്. അന്നൂട്ടൻ ബാർപ്പില്ലോന്നാണ് വെച്ചിട്ട് താലോട്ട് വന്നു. കൊട്ടൻ ചന്തക്കോളൊക്കെ പോകുന്നുണ്ട്. ഇനി പോകണം. 8:30 ബസ് ഇപ്പോൾ പാഞ്ഞെത്തി പിടിക്കണം. വൈക്കാൻ പോകുന്നവരെ കൊണ്ടുതന്നെ ഞാൻ തൂക്കുക. എല്ലാം കുറയണ്ട. ഞാൻ ഇങ്ങനെ മുടി കളഞ്ഞി, ഞാൻ കുറേ നാളായാലും ഇങ്ങോട്ടേക്ക് വന്നിട്ട്. അപ്പം എല്ലാവരും പറയും, നീ എന്തിനാ മുടി കളഞ്ഞി? എന്നാ ആരുമില്ല, ഇത് വീട് കൊടുക്കുന്നതാണ്. എല്ലാവരും കണ്ണ് വീട്ടിൽ തൂക്കിയിട്ട് പോകാനോ. ഇവരെല്ലാം പറയുന്നത് നീ എന്തിനാ മുടി കളഞ്ഞി? ഏതോ ചെക്കന്മാര് എന്നെ കണ്ടിട്ട് ഒരു പറയുന്നത് ഏതോ ആണ് നടന്നിട്ട് വന്ന് ചോദിച്ച്. അങ്ങനെ തന്നെ ഡ്രസ്സ് വിട്ടിനി മൂക്കിനെല്ലാം എന്തി കുത്തിരുന്നെല്ലാം ഇരിക്കുന്നില്ല. അങ്ങനെ വിടുന്ന ബസ് എത്തി. ഓക്കെ, അപ്പോൾ നമ്മൾ കാഞ്ഞങ്ങാട് വന്നിട്ട് ഇവിടെ ബിഗ് ബസ് വന്നിട്ടാണ് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ, അമ്മ, അഭിയേട്ടൻ, ആനന്ദെല്ലാം തിന്നണ്ടേ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമ്മക്ക് ബസ് കിട്ടില്ലായിട്ട് പേടിച്ചിരിക്കുന്നുണ്ട്. അതിലോട്ട് എന്നെ എങ്ങനെ മുടിപ്പിക്കാട്ടിരിക്കുന്നുണ്ട്. സോ ഗൈസ്, ബാക്കി നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റിയില്ലല്ലോ. നമുക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ മറ്റേ ENT ഡോക്ടറെ കണ്ടു. അവിടെ നമ്മളടുത്ത് CT സ്കാൻ എടുക്കാനാണ് പറഞ്ഞത്. CT സ്കാനിങ് എടുത്തിട്ട് വന്നു, റിസൾട്ട് കാണിച്ചു. അപ്പോൾ പറഞ്ഞു എൻ്റെ റൈറ്റ് നോസ് മൊത്തം മറ്റേ ബ്ലോക്ക് എന്തോ ഉണ്ട്. അത് അവിടെ സീനിയർ ഡോക്ടർ ഉണ്ട് വേറെ, അപ്പോൾ പുള്ളിയായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ബാക്കി പ്രൊസീജിയേഴ്സ് നമുക്ക് പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പോയിട്ട് ആ ഡോക്ടറെ കണ്ടു. അപ്പം സാർ പറഞ്ഞു നമുക്ക് സർജറി ചെയ്യണം. എന്തായാലും അടുത്ത മാസം, അതായത് മെയ് 15 ഡേറ്റ് പാട്ടില്ല. അപ്പം ഞാൻ എന്തോ 10-15 ദിവസം ലീവെല്ലാം എടുക്കാനോ പറ്റില്ല, അറിയില്ല എങ്ങനെ എന്താകുന്നു. എന്തായാലും ഇപ്പോൾ സർജറി പറ്റാല്ല. ആദ്യം നോസിൻ്റെ സർജറി ചെയ്യണം. നോസിലുള്ള ഈ റൈറ്റ് നോസിലുള്ള മറ്റേ ബ്ലോക്ക്, ആ സാധനം ബ്ലോക്കല്ല, ആ എല്ലിൻ്റെ ഉള്ളിൽ നിന്ന് വളരുന്ന സാധനം വളരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വീണ്ടും ഒരു സർജറിയും കൂടി ഉണ്ട്. അത് ത്രോട്ടിലാണ്, അത് മറ്റേ ടോൺസിലിൻ്റെ. അങ്ങനെ 2 എണ്ണം പറ്റുള്ളൂ. ഇപ്പം അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ എല്ലാം കിടപ്പ്. വിൽ അപ്ഡേറ്റ് യു ബാക്കി കാര്യങ്ങൾ. ഞാനങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നെല്ലാം വന്ന് ഇങ്ങനെയുണ്ട്. സോ see you next video. That's it for today. Bye.